സമുദായമായിരുന്നു. ഒരു വ്യക്തിയെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആനിൽ ഒരു സമുദായം എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച ചുമതലകൾ, ബാധ്യതകൾ അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഏതൊരു മില്ലത്തിൽ അടിയുറച്ചു നിന്നുവോ ആ ഒരു ആദർശത്തെ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആദർശത്തെ സ്വീകരിച്ച് അംഗീകരിച്ച് ആ മില്ലത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ലോകത്തോട് പ്രഖ്യാപിച്ചു. കാരണം അത്രത്തോളം ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ചു വളർന്ന് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരുടെ മുന്നിലും അടിയറവ് പണയപ്പെടുത്തുകയില്ല. സ്വന്തം പിതാവിന്റെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് 33 കോടി ദേവതകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റം കാണിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ട് പോലും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ്, സൃഷ്ടാവ്, രക്ഷിതാവ് ഇല്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ പിതാവിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഹിജ്റ ചെയ്ത പ്രവാചകൻ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശമാണ് അറബി ലോകങ്ങൾ ഇന്ന് അംഗീകരിക്കേണ്ടത്. നമ്മളെല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നതും അത് തന്നെയാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് സ്മരിക്കാത്ത ഒരു ദിവസം മുസ്ലിം സമുദായത്തിലില്ല. നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന സലാത്തിന് പോലും പേര് സലാത്ത് ഇബ്രാഹിമി എന്നാണ്. നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് ഓതിയാലും നമസ്കാരത്തിൽ ഓതിയാലും ഫർള്, സുന്നത്ത്, ഇനി പെരുന്നാൾ നമസ്കാരത്തിലാകട്ടെ, നമ്മൾ ഇതൊക്കെ ഓതുമ്പോഴും അതൊക്കെ ആ സ്വലാത്തിന്റെ പേര് ഇബ്രാഹിമി സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, നീ നബിതങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണം, എല്ലാവിധ ബർക്കത്തുകളും ചെയ്യണം. ആർക്ക് ചെയ്തതുപോലെ, ആർക്ക് നീ നിഅമത്ത് അനുഗ്രഹങ്ങൾ ചെയ്തതുപോലെ, കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ചെയ്ത അനുഗ്രഹം പോലെ മുത്തു മുഹമ്മദ് മുസ്തഫ